ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി വനുസല്ലിം അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാന്യ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസിന്റെയും പിൻബലത്തോടുകൂടി പരിശുദ്ധമായ ശരീഅത്തിൽ തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന മുഴുവൻ വിധിവിലക്കുകളുടെയും നിയമങ്ങളുടെയും അടിസ്ഥാനം 5 കാര്യങ്ങളുടെ സംരക്ഷണമാണ്. ഒരു മനുഷ്യന് ഭൂമിയിൽ സ്വൈരത്തോടുകൂടി ജീവിക്കാൻ അവൻ ആഗ്രഹിക്കുന്ന 5 കാര്യങ്ങളുടെ സംരക്ഷണം. അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സമ്പത്തിന്റെ ഹിഫ്ളുൽ മാൽ അഥവാ സമ്പത്തിന്റെ സംരക്ഷണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി കഠിനാധ്വാനത്തിന് ശേഷം സമ്പാദിക്കുന്ന അവന്റെ സമ്പത്ത് ഒരു നിലയിലും പാഴായി പോകാതിരിക്കാൻ വേണ്ടി, അനർഹമായ ഒരു കൈകളിലേക്കും അത് എത്താതിരിക്കാൻ വേണ്ടി അങ്ങേയറ്റം സുന്ദരവും പ്രായോഗികവുമായ നിയമങ്ങൾ സമ്പത്തിന്റെ വിഷയത്തിൽ പഠിപ്പിച്ചു തന്നു. സമ്പത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ മേഖലകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും പ്രായോഗികമായ അധ്യാപനങ്ങൾ പഠിപ്പിച്ചു തന്നു. ഒരാള് കച്ചവടവുമായി ബന്ധപ്പെടുകയാണ്, ഏത് നിലയിൽ അവിടെ അവന്റെ സമ്പത്തിനെ ചിലവഴിക്കണം. ഒരാള് ഒരു സാധനത്തെ വാടകയ്ക്കെടുക്കുകയാണ്, ആ സന്ദർഭത്തിൽ എങ്ങനെയാണ് സമ്പത്തിനെ അവിടെ വിനിയോഗിക്കേണ്ടത്. ഈ രീതിയിൽ മുഴുവൻ കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നു. ഒരു മനുഷ്യന്റെ സമ്പത്ത് അത് അനർഹമായ കൈകളിലേക്ക് എത്തുന്നതിന്റെ മാർഗമായ മോഷണത്തെ, കൊള്ളയടിയെ ഇതെല്ലാം നിരോധിച്ചു. ഇതെല്ലാം പാപകരമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് വഴിയരികിൽ കിടക്കുന്ന ഉടമസ്ഥൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത, ഒരു നിലയിലുള്ള അടയാളങ്ങളും ഇല്ലാത്ത ഒരു സമ്പത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോ നബിതങ്ങൾ അത് അവിടെ തന്നെ ഉപേക്ഷിച്ചു പോകാൻ പറഞ്ഞില്ല. മറിച്ച് ആ സമ്പത്ത് പാഴായി പോകാതിരിക്കാൻ വേണ്ടി അതിന്റെ ഉടമസ്ഥന്റെ ഹൃദയത്തിനുണ്ടാകുന്ന വിഷമത്തെ പരിഗണിച്ച്, പ്രയാസത്തെ പരിഗണിച്ച് യഥാർത്ഥ ഉടമസ്ഥനിലേക്ക് എത്തിക്കാനുള്ള പ്രായോഗികമായ വശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ഈ ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, ഈ ഹദീസിന്റെ പശ്ചാത്തലം മനസ്സിലാക്കി മഹാരഥന്മാരായ ഫുഖഹാ പണ്ഡിതന്മാർ വഴിയരികിൽ നിന്ന് ലഭിക്കുന്ന ഉടമസ്ഥന്റെ ഒരടയാളങ്ങളും ഇല്ലാത്ത സമ്പത്തിന്റെ വിഷയത്തിൽ സ്വീകരിക്കേണ്ട അങ്ങേയറ്റം പ്രായോഗികമായ നിലപാടുകൾ, അങ്ങേയറ്റം പ്രായോഗികമായ നിയമങ്ങൾ ഉമ്മത്തിന് പഠിപ്പിച്ചു. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫിഈ മദ്ഹബിലെ തന്നെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥമായ മഹാനവറുകളുടെ മിൻഹാജു ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തിൽ വഴിയരികിൽ ഉടമസ്ഥന്റെ അടയാളങ്ങളൊന്നുമില്ലാതെ കിടക്കുന്ന സമ്പത്തിന്റെ വിഷയത്തിൽ അതിനെ മറ്റൊരു വിശ്വാസി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, ചില നിയമങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്നാമതായി മഹാനവറുകൾ എഴുതുകയാണ്, വയുസ്തഹബ്ബു ലിവാസിഖിൻ ബിഅമാനത്തി നഫ്സിഹി. സ്വന്തം വിശ്വസ്തതയുള്ള ഒരു വ്യക്തി ആ സമ്പത്തിനെ ശരിയായ നിലയിൽ ചിലവഴിക്കാൻ, ആ സമ്പത്തിനോട് ശരീഅത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പാലിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി, അതിന്റെ വിഷയത്തിൽ ഒരു നിലയിലുള്ള വഞ്ചനകളും കാണിക്കില്ല എന്ന് സ്വന്തമായി തന്നെ ഉറപ്പുള്ള ഒരു വ്യക്തിക്ക് ആ സമ്പത്തിനെ എടുക്കൽ സുന്നത്താണ്, മുസ്തഹബാണ്. വയുസ്തഹബ്ബു ലിവാസിഖിൻ ബിഅമാനത്തി നഫ്സിഹി. ഈ വരികളെ വിശദീകരിച്ചുകൊണ്ട് ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതൻ മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനോട് ചേർത്തെഴുതുന്നു, അമ്മാമൻ അലിമ മിൻ നഫ്സിഹി അൽ ഖിയാന ഹറുമ അലൈഹി. ഇനി ഒരു വ്യക്തി ഈ സമ്പത്തിനെ എടുക്കുകയാണെങ്കിൽ അതിന്റെ വിഷയത്തിൽ വഞ്ചന കാണിക്കും എന്ന് അവന് ഉറപ്പാണ്. കാരണം അവന്റെ ജീവിത സാഹചര്യങ്ങൾ, അവന്റെ പിൽക്കാലത്ത് അവൻ ചെയ്ത കാര്യങ്ങൾ, അവന്റെ അവസ്ഥ, ഇതിനെ എല്ലാം പരിഗണിച്ചുകൊണ്ട് അവനിൽ നിന്നും ഖിയാനത്ത്, വഞ്ചന ഉണ്ടാകുമെന്ന് അവന് തന്നെ ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു കാരണവശാലും ഇത് എടുക്കാൻ പാടില്ല. അങ്ങനെ എടുക്കൽ അവന് ഹറാമാണ്, നിഷിദ്ധമാണ്, പാപകരമാണ്. ഈ സമ്പത്തിനെ ഉപേക്ഷിച്ചു പോകൽ അനുവദനീയമാണോ ഇല്ലയോ?
നമ്മൾ പറഞ്ഞ രണ്ട് വിധികൾ, ഒന്ന് എടുക്കൽ സുന്നത്തായ അവസ്ഥ പറഞ്ഞു, രണ്ട് എടുക്കൽ ഹറാമായ അവസ്ഥ പറഞ്ഞു. ഇനി ഈ നിലയിൽ ഒരു സമ്പത്തിനെ കണ്ട ഒരു വിശ്വാസിയായ മനുഷ്യന് ആ സമ്പത്തിനെ എടുക്കാതെ അവിടെ തന്നെ ഉപേക്ഷിച്ചു പോകൽ അനുവദനീയമാണോ ഇല്ലയോ? ഷാഫിഈ മദ്ഹബിലെ തന്നെ ആനുകാലിക ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അൽ ഫിഖ്ഹുൽ മൻഹജി എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു, അൽ ഫിഖ്ഹുൽ മൻഹജി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, ആ സമ്പത്തിനെ കണ്ട വിശ്വാസിയായ മനുഷ്യൻ അതിനെ എടുക്കാതെ അവിടെ ഉപേക്ഷിച്ചു പോകുന്നതിലൂടെ ആ സമ്പത്ത് അവിടെ തന്നെ പാഴായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ ആ സമ്പത്ത് അവിടെ തന്നെ നശിച്ചു പോകും, അല്ലെങ്കിൽ ഖിയാനത്ത് സ്വഭാവമാക്കിയ വിശ്വസ്തനല്ലാത്ത ഒരു വ്യക്തി അതിനെ എടുത്ത് അതിനോട് പാലിക്കപ്പെടേണ്ട മുഴുവൻ നിബന്ധനകളും കാറ്റിൽ പറത്തി സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ ആരംഭിക്കും. ആ സമ്പത്ത് ശരിയായ നിലയിൽ അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ചിലവഴിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ സമ്പത്തിനെ അവിടെ നിന്ന് എടുക്കൽ നിർബന്ധമാണ്. ഒരിക്കലും അങ്ങനെ തന്നെ ഉപേക്ഷിച്ചു പോകാനുള്ള അനുവാദം വിശ്വാസിയായ ആ മനുഷ്യന് ഇല്ല. ഇനി താൻ അവിടെ ഉപേക്ഷിച്ചു പോയാലും മറ്റൊരു വ്യക്തി അതിനെ എടുക്കും, ശരിയായ നിലയിൽ അതിനെ ചെലവഴിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവിടെ ഉപേക്ഷിച്ചു പോകൽ അനുവദനീയമാണ്. കാരണം ഈ നിലയിൽ എടുക്കൽ സുന്നത്താണെന്ന് പറഞ്ഞത്, ഹറാമാക്കിയത്, അതുപോലെ തന്നെ എടുക്കാനും എടുക്കാതിരിക്കാനുമുള്ള അനുവാദം നൽകിയത്, ഇതിനെല്ലാം ഒരൊറ്റ കാരണമാണ് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ലിമാ ഫീഹി മിനൽ ബിർ. ഇവിടെയൊക്കെ ഒരു നന്മയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ്, വലിയ ഒരു നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ശരീഅത്ത് ഇതൊക്കെ പറയുന്നത്. ഒരു മനുഷ്യന്റെ അവന്റെ കഷ്ടപ്പാടിനും പ്രയാസത്തിനും ബുദ്ധിമുട്ടുകൾക്കും അധ്വാനങ്ങൾക്കുമൊക്കെ ശേഷം അവന്റെ കയ്യിലേക്ക് വന്ന ആ സമ്പത്ത് അതൊരിക്കലും പാഴായി പോകാൻ പാടില്ല. അത് ശരിയായ നിലയിൽ തന്നെ ചിലവഴിക്കപ്പെടണം, അവനിലേക്ക് എത്തണം. ഇതിനു വേണ്ടിയാണ് ശരീഅത്ത് ഈ നിലയിൽ മുഴുവൻ വിശ്വാസികൾക്കും ഇങ്ങനെയുള്ള സമ്പത്തിന്റെ വിധിവിലക്കുകൾ, നിയമങ്ങൾ പഠിപ്പിക്കുന്നത്. രണ്ടാമതായി, ഈ നിലയിലുള്ള സമ്പത്തിനെ കൈക്കലാക്കുന്ന വ്യക്തിക്ക് സ്വന്തം ഉടമസ്ഥതയിലേക്ക് മാറ്റാനുള്ള അനുവാദം ഉണ്ടോ ഇല്ലയോ? ഇവിടെ അൽ ഫിഖ്ഹുൽ മൻഹജി എന്ന ഗ്രന്ഥത്തിൽ വീണ്ടും എഴുതുകയാണ്, രേഖപ്പെടുത്തുകയാണ്, 3 നിലയിലുള്ള സമ്പത്തായിരിക്കും ഒരു വ്യക്തിക്ക് വഴിയിൽ നിന്ന് ലഭിക്കുന്നത്. ഒന്ന്, അങ്ങേയറ്റം നിസ്സാരമായ സമ്പത്ത്. ജനങ്ങളുടെ പതിവ് രീതി അനുസരിച്ച് ആ നിലയിലുള്ള സമ്പത്ത് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ വിഷമിക്കാൻ അല്ലെങ്കിൽ അതിനെ തേടി നടക്കുന്ന ഒരു സ്വഭാവമില്ല. ഒരു രൂപ അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ വിലയിലുള്ള സാധനങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ജനങ്ങൾ അത് തേടി നടക്കുന്ന ഒരു സ്വഭാവമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാധനങ്ങളാണ് വഴിയരികിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ അതിനെ എടുക്കൽ അനുവദനീയമാണ്. അതുപോലെ തന്നെ അതിന്റെ സ്വന്തം ഉടമസ്ഥതയിലേക്ക് അതിനെ മാറ്റാനും അനുവാദമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രീതിയിലുള്ള സമ്പത്തിനെ എടുക്കുന്ന വിഷയത്തിൽ അനുവാദം കൊടുത്തതായി ഹദീസുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമതായി, വിലപിടിപ്പുള്ള ഒരു വസ്തു അതിനെ നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ ജനങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന, വിഷമിക്കുന്ന, അതിനുവേണ്ടിയുള്ള തിരച്ചിലുകൾ നടത്തുന്ന ഒരു വസ്തു. അങ്ങനെയുള്ള വസ്തുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന രീതിയിൽ ഉടമസ്ഥനിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമമായ വിളംബരം നടത്തണം. എത്ര കാലയളവാണ് ഇങ്ങനെ വിളംബരം നടത്തേണ്ടത്? ആ വസ്തു നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ അതിനെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഉടമസ്ഥൻ വിശ്വസിക്കുന്ന, പൊതുവിൽ ഉദാഹരണത്തിനൊരു മൊബൈല്, ആ മൊബൈല് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ഉടമസ്ഥന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ, അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കും, 6 മാസ കാലയളവ് അതിനുവേണ്ടി എനിക്ക് പരിശ്രമിക്കാം, പൊതുവിൽ അങ്ങനെയൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ട്. ഈ നിലയിൽ വിശ്വസിക്കുന്ന ഒരു സാധനം, ഈ രീതിയിൽ അവൻ മനസ്സിലാക്കുന്ന ഒരു സാധനം, അത്രയും കാലയളവ് അത് ഉടമസ്ഥനിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, അതിനെ കൈക്കലാക്കിയ വ്യക്തി നടത്തൽ നിർബന്ധമാണ്. ഇനി മൂന്നാമത്തെ വിഭാഗം, വലിയ വിലപിടിപ്പുള്ള സമ്പത്തുകൾ, സ്വർണം പോലെ, അതുപോലെ തന്നെ വജ്രം, ഈ രീതിയിൽ വലിയ വിലപിടിപ്പുള്ള സമ്പത്തുകൾ, ഇങ്ങനെയുള്ള സമ്പത്ത്, ഇതിന്റെ വിഷയത്തിൽ ശരീഅത്ത് പഠിപ്പിക്കുകയാണ്, ഇത് നഷ്ടപ്പെട്ടു പോയ വ്യക്തി ഒരു സുദീർഘമായ കാലഘട്ടം ഇതിനെ തിരിച്ചു പിടിക്കാൻ, ഇതിനെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്താറുണ്ട്.
അതുകൊണ്ട് തന്നെ ഒരു വർഷ കാലയളവ് ഇതിനെ യഥാർത്ഥ ഉടമസ്ഥനിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തപ്പെടണം. എങ്ങനെയാണ് യഥാർത്ഥ ഉടമസ്ഥനിലേക്ക് എത്തിക്കുക? ഫിഖ്ഹിന്റെ ശരീഅത്ത് പഠിപ്പിക്കുന്ന നിയമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം. ഒരു വർഷ കാലയളവ് ആ സമ്പത്തിന്റെ പ്രത്യേകമായ വിശേഷണങ്ങൾ പറഞ്ഞ് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന മസ്ജിദുകളിൽ, ചന്തകളിൽ ആ വസ്തുവിന്റെ വിശേഷണം പറഞ്ഞ് യഥാർത്ഥ ഉടമസ്ഥരിലേക്ക് അത് എത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തണം. ആനുകാലികമായി രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലെല്ലാം സമീപ കാലഘട്ടത്തിൽ, നമ്മുടെ സമകാലിക കാലഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളിലൂടെ ഒരുപാട് ജനങ്ങളിലേക്ക് ഇതിനെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നു, ആ നിലയിലുള്ള മുഴുവൻ കാര്യങ്ങളെയും ആസ്വദിച്ചുകൊണ്ട് ഇതിന്റെ വിഷയങ്ങൾ, ഇതിന്റെ വിശദീകരണങ്ങൾ ജനങ്ങളിലേക്ക് മുഴുവൻ എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുക. അതിലൂടെ യഥാർത്ഥ ഉടമസ്ഥൻ ഈ സമ്പത്തിനെ തേടി എത്തുന്ന ഒരു അവസ്ഥ സംജാതമാകുകയാണെങ്കിൽ അവനിലേക്ക് ഈ സമ്പത്തിനെ മടക്കി കൊടുക്കുക. നമ്മുടെ സാഹചര്യത്തിൽ മസ്ജിദുകളിൽ ഈ സാധനത്തിന്റെ വിശേഷണങ്ങൾ എഴുതി തൂക്കിയിടുന്ന ഒരു അവസ്ഥ സമീപ കാലഘട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകൾ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചില വിശേഷണങ്ങൾ പറഞ്ഞ് യഥാർത്ഥ ഉടമസ്ഥനിലേക്ക് എത്തുന്നത് വരെ നമുക്ക് ഷെയർ ചെയ്യാം. ഈ രീതിയിൽ സമകാലിക സാഹചര്യത്തിൽ ഒരുപാട് മാർഗങ്ങൾ യഥാർത്ഥ ഉടമസ്ഥനിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് ഉണ്ട്. അപ്പൊ ഈ മൂന്നാമത് പറഞ്ഞ സമ്പത്തിനെ ഈ നിലയിൽ ഒരു വർഷ കാലയളവ് യഥാർത്ഥ ഉടമസ്ഥനിലേക്ക് എത്താനുള്ള വിളംബരങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം. ഇതിന് ശേഷവും യഥാർത്ഥ ഉടമസ്ഥൻ കടന്നു വരുന്നില്ല, അദ്ദേഹത്തിന് ഈ രീതിയിലുള്ള വിളംബരങ്ങളൊന്നും എത്തി ഈ സാധനത്തെ എടുത്ത വ്യക്തിയുടെ അടുക്കലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ അവൻ അതിനെ സ്വന്തം ഉടമസ്ഥതയിലേക്ക് മാറ്റാനും ഉപയോഗിക്കാനും ഒക്കെയുള്ള അനുവാദമുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു സമയത്ത് യഥാർത്ഥ വിശേഷണങ്ങൾ പറഞ്ഞ് അതിന്റെ ഉടമസ്ഥനാണ് എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി കടന്നു വരികയാണെങ്കിൽ ഈ സാധനത്തെ തന്നെ തിരിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ ഇതിനെ വിറ്റിട്ടുണ്ടെങ്കിൽ വിളംബരത്തിന് ശേഷം ഇതിനെ സ്വന്തം ഉടമസ്ഥതയിലേക്ക് ആക്കിയ ദിവസത്തിൽ ഈ സമ്പത്തിന് എത്ര രൂപ വില വരുന്നുവോ അത്രയും രൂപ ഉടമസ്ഥന് മടക്കി കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് പരിശുദ്ധ ശരീഅത്ത് വഴിയരികിൽ നഷ്ടപ്പെട്ടു പോയ, ഉടമസ്ഥന്റെ ഒരു അടയാളങ്ങളും ഇല്ലാതെ കാണുന്ന സമ്പത്തിൽ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്ന് പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ മുഴുവൻ കാര്യങ്ങളും അനുസരിച്ച് പെരുമാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അവ്വലൻ വ ആഖിറ വ ആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.